നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, കോവിഡ് ഇപ്പോൾ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ. എന്തെങ്കിലും വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് പറയുന്നതിന് നമുക്കൊരു പേടിയാണ്. കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈ കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ പിടിപെടുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പ് സഞ്ജീവനി എന്ന് പറയുന്ന ഒരു ആപ്പ്, ആ ആപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. അതേസമയം ഈ വീഡിയോ നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പരമാവധി എല്ലാവർക്കും, അതായത് സാധാരണക്കാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും അത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുകയാണെങ്കിൽ അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സഞ്ജീവനി എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ആപ്പിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്പ് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ഈ ആപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആപ്പ് ഒന്ന് ഉപയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ കംഫർട്ടായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് ഡോക്ടറേനെ തിരഞ്ഞെടുക്കാനും, ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള വല്ല ഡോക്ടേഴ്സിനെ വേണമെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ആപ്പിലുണ്ട്. അപ്പോൾ ഈ ആപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം, അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ സാധാരണക്കാരന് കഴിയോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാവും. പക്ഷേ ഈ ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. സാധാരണക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം 2-3 സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പിൽ നമ്മളത് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ടോക്കൺ കിട്ടും. ആ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറേനെ നേരിട്ട് കണ്ടിട്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർക്ക് നമ്മളേനെയും കാണാം, നമ്മൾക്ക് ഡോക്ടറേനെയും കാണാം. അപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് നേരിട്ട് പോയിട്ട് കാണുന്ന അതേ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമുക്കുള്ള അസുഖങ്ങൾ നമ്മൾ ഡോക്ടറുമായിട്ട് നേരിട്ട് പറയാവുന്നതാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് അയച്ചു തരും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ഒരു ആപ്പാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരു പൈസ പോലും ചിലവില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, അവിടെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും അല്ലേ. അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും ഈ ആപ്പിനില്ല. മാത്രമല്ല, നമുക്ക് ഏത് സമയത്തും ഡോക്ടറെ കാണാനുള്ള ഒരു സൗകര്യം കൂടി ഈ ആപ്പിലുണ്ട്. ഇപ്പം നമുക്കറിയാം, വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ രാത്രി സമയങ്ങളിലോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ട് അല്ലേ, അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടുള്ള ഒരു ആപ്പാണ് സഞ്ജീവനി എന്ന് പറയുന്ന ഈ ആപ്പ്. അപ്പോൾ ഈ ആപ്പ് എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും സഞ്ജീവനി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് സഞ്ജീവനി എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ ആപ്പുകളുടെ പേരിങ്ങനെ താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നമ്മൾ ആദ്യം കാണുന്ന സഞ്ജീവനി OPD എന്ന് പറയുന്ന ഒരു ആപ്പ് നോക്കൂ. ഈ ചിത്രം നോക്കുക, ഈ ഐക്കണുള്ള ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ അത് ഡൗൺലോഡ് ആവും. അതിനുശേഷം താഴെ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. 5 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫൈ യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറേറ്റ് ടോക്കൺ ആണ്. അപ്പോൾ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്യണം, രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോസസ്സ് നമ്മൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ ലോഗിൻ ചെയ്യണം. ടോക്കൺ നമ്പറൊക്കെ വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഡോക്ടറെ നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്, ഡോക്ടറെ കണ്ട് സംസാരിക്കാം. അതിനുശേഷം നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡൗൺലോഡ് പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 സ്റ്റെപ്പുകളാണ് ആകെ ഉള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ പ്രോസസ്സിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നോക്കൂ, 3 ഓപ്ഷൻസ് കാണാം.
പേഷ്യൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, രണ്ടാമത്തെ പേഷ്യൻ്റ് ലോഗിൻ, മൂന്നാമത്തെ പേഷ്യൻ്റ് പ്രൊഫൈൽ. അപ്പോൾ നമ്മളിതിൽ ആദ്യത്തെ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് പേഷ്യൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസാണ് ലഭിക്കുക. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കേരള എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. താഴെ കാണാം 2 ഓപ്ഷൻസ്, ജനറൽ OPD എന്ന് കാണാം, സ്പെഷ്യാലിറ്റി OPD എന്നും കാണാം. അപ്പോൾ നമുക്ക് ജനറൽ OPD ആണെങ്കിൽ നമ്മൾ നോർമൽ എന്തെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വല്ല സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ രണ്ടാമത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ജനറൽ OPD ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് കാണാൻ നമുക്ക് നോക്കാം. ജനറൽ OPD നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. കോവിഡ് സഞ്ജീവനി OPD കേരള, പിന്നെ ഡിഫൻസ് നാഷണൽ ഉണ്ട്, പിന്നെ ജനറൽ സഞ്ജീവനി OPD. നമ്മൾ അതിലെ ഏറ്റവും അവസാനത്തെ മൂന്നാമത്തെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ സ്പെഷ്യാലിറ്റി OPD ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ നോക്കൂ 2 ഓപ്ഷൻസ് കാണാം. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് സെലക്ട് എന്ന് കാണാം, താഴെ OPD എന്ന് പറഞ്ഞിട്ടും സെലക്ട് എന്ന് കാണാം. അപ്പോൾ അതിലാദ്യം നമ്മൾ സ്പെഷ്യാലിറ്റി എന്നുള്ളതിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേര് കാണിക്കും. അപ്പോൾ നമുക്കതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറിനെയാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ സ്കിന്നുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടറേറ്റ് കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, OPD എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ 2 ഓപ്ഷൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഡെർമറ്റോളജി സഞ്ജീവനി OPD കേരള, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. അടുത്ത കാണാൻ വെരിഫൈ മൊബൈൽ ഫോർ സെലക്റ്റഡ് സ്റ്റേറ്റ് എന്നാണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിലേക്കൊരു OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് അതിലെന്ത് ചെയ്യും, അതിൽ വരും. അതിന് അലോ കൊടുത്താൽ മതി, അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് വരും. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം, നമ്മുടെ കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻസ് അതിൽ എൻറ്റർ ചെയ്യണം. അതിൽ നമ്മുടെ ഫുൾ നെയിം വേണം, പിന്നെ മിഡിൽ നെയിം ലാസ്റ്റ് നെയിം എന്നൊക്കെ കാണാം. അതിൽ മിഡിൽ നെയിമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ നമ്മുടെ ഇനീഷ്യൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കണം. അതേമാതിരി നമ്മുടെ മൊബൈൽ നമ്പർ, പിന്നെ താഴെ ജെൻഡർ ഉണ്ട്, പിന്നെ ഏജ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക് ചെല്ലും. അവിടെ നമ്മൾ ജില്ല ഡിസ്ട്രിക്റ്റ് കൊടുക്കണം. അതേമാതിരി സിറ്റി സെലക്ട് ചെയ്യണം. അവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം, വീട്ടും പേരൊക്കെ വെച്ചുള്ള അഡ്രസ്സ് കൊടുക്കണം, പിൻകോഡ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പാലക്കാട് ജില്ലയാണ്, പാലക്കാട് സെലക്ട് ചെയ്തു. അപ്പോൾ സിറ്റി എന്ന് പറയുന്നത് പട്ടാമ്പിയാണ് വരിക, പട്ടാമ്പി സെലക്ട് ചെയ്തു. ബ്ലോക്ക് നമ്മൾ ഏത് ബ്ലോക്കിൻ്റെ കീഴിലാണ്, അപ്പോൾ അതും പട്ടാമ്പി തന്നെയാണ് വരിക. പിന്നെ അതിനുശേഷം അഡ്രസ്സ് നമ്മുടെ വീട്ടും പേര് കൊടുത്തു. പിൻകോഡും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. പിൻകോഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്ലോഡ് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ. അപ്പോൾ നമുക്ക് മുന്നേ ഡോക്ടറെ കാണിച്ചിട്ടുള്ള വല്ല പ്രിസ്ക്രിപ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയാണ് ആ ഒരു ബട്ടൺ ഉള്ളത്. അങ്ങനെ മുന്നേ കാണിച്ച ലിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്രസ്സും പിൻകോഡും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെയായിട്ടുള്ള ജനറേറ്റ് ടോക്കൺ എന്ന് പറയുന്ന ആ ഒരു പച്ച ലൈനിലൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും, യുവർ പേഷ്യൻ്റ് ID ആൻഡ് ടോക്കൺ നമ്പർ ആർ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതിൽ ഓക്കെ എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് നമ്മുടെ ടോക്കൺ നമ്പറും രജിസ്റ്റർ നമ്പറും ഒക്കെ വരും. ഓക്കെ, ഇവിടെ നോക്കൂ, എൻ്റെ ടോക്കൺ നമ്പർ KL 1897 എന്നാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് അതിൽ കാണാൻ കഴിയും. അത് ഒന്ന് പേഷ്യൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാണ്. രണ്ടാമത്തേലാണ് നമ്മൾ ഇപ്പോൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മോട് മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യാൻ വേണ്ടി പറയും. അതേപോലെ തന്നെ ടോക്കൺ നമ്പറും എൻറ്റർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ടോക്കൺ നമ്പർ നമ്മൾ ആ KL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറാണ്, ആ നമ്പറാണ് അവിടെ അടിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളോട് 1-2 കാര്യങ്ങൾ ചോദിക്കും. ഒന്നാമത്തെ കാര്യം, അലോ സഞ്ജീവനി OPD ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോ. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്, അല്ലെങ്കിൽ പിക്ചറും വീഡിയോയൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. അത് നമ്മൾ അലോ കൊടുക്കുക. വൈൽ യൂസിങ് ദി ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തേൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നമ്മളോട് ഓഡിയോ റെക്കോർഡ് ചെയ്യട്ടെ എന്നുള്ള ഓപ്ഷൻ ചോദിക്കുക, അതും നമ്മൾ അലോ ചെയ്യുക. ഇനി നോക്കൂ, ഇപ്പോൾ സ്ക്രീനിൽ നോക്കൂ, ഇവിടെ കാണാം എൻ്റെ ടോക്കൺ നമ്പർ KL1397 ടോക്കൺ നമ്പർ കാണാം. അതിന് നേരെ കാണാം ക്യൂ നമ്പർ എന്ന് പറഞ്ഞിട്ട് 1 എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. നോക്കൂ, അതിൻ്റെ താഴെയായിട്ട് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേരും അതേമാതിരി ഏജ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ആ നമ്മുടെ മുന്നിലുള്ള ഒരാളുടെ കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ഒരു കോൾ വരും. ഓക്കെ, അപ്പോൾ ആ കോൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കോൾ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കോൾ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോക്ടറോട് നേരിട്ടിട്ട് സംസാരിക്കാൻ പറ്റും. ഇവിടെ ഡോക്ടറുടെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, എൻ്റെ വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഡോക്ടറോട് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഞാനിവിടെ കഴുത്തിലുള്ള ഒരു ബ്ലാക്ക് കളറുമായി ബന്ധപ്പെട്ട സ്കിന്നിൻ്റെ ഒരു പ്രശ്നമാണ് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഡോക്ടർ എനിക്ക് പ്രിസ്ക്രിപ്ഷൻ അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രിസ്ക്രിപ്ഷനാണ് ഈ കാണുന്നത്. 2 ആഴ്ച ഒരു ഓയിൽമെൻറ്റ് പുരട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പുരട്ടിയതിന് ശേഷം മാറ്റമില്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്കിന്നിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ ഡയറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അവിടെ താഴെ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സഞ്ജീവനി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് എങ്ങനെയാണ് അതിൽ രജിസ്റ്റർ ചെയ്യുക, അതേപോലെ തന്നെ ഡോക്ടറെ എങ്ങനെ നമ്മൾ കൺസൾട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ഒരു വിവരം സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങൾ പരമാവധി എത്തിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. കാരണം പൂർണ്ണമായും സൗജന്യമായുള്ള ഒരു സംവിധാനമാണ്, സർക്കാരിൻ്റെ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് പരമാവധി ആളുകൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.